ഈ പ്രൊസീജിയറിന്റെ ഒരു ഗുണം ഈ സൈഡ് എഫക്ട്സ് കുറവാന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ മരുന്നോ മറ്റോ ഒന്നും ഇഞ്ചെക്ട് ചെയ്യുന്നില്ല. നമ്മൾ മുട്ടിലേക്ക് സ്റ്റീറോയിഡ് ഇഞ്ചെക്ട് ചെയ്യുന്നൊക്കെ ചികിത്സ ഉണ്ട്. സ്റ്റീറോയിഡ് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ മുട്ടുവേദന താൽക്കാലികമായിട്ട് ശമനം കൊടുക്കുക അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടുന്നത്. നേരെ മറിച്ച് നമ്മൾ ഈ PRP ഇഞ്ചക്ഷനിലേക്ക് പോകുന്ന സമയത്ത്, അതുപോലെ തന്നെ സ്റ്റെം സെൽ തെറാപ്പി, മുട്ട് തേയ്മാനത്തിന് സ്റ്റെം സെൽ തെറാപ്പി അത്ര പ്രോമിസിങ് അല്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ സ്റ്റെം സെൽ തെറാപ്പി ചില കണ്ടീഷനുകളിൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിന് മറ്റ് സൈഡ് എഫക്ട്സ് ഇല്ല. കാരണം ഇത് രോഗിയുടെ തന്നെ ബ്ലഡിൽ നിന്നുള്ള പ്രൊഡക്ട്സ് ആണ്. PRP ആണെങ്കിലും സ്റ്റെം സെൽ ആണെങ്കിലും നമ്മൾ വേർതിരിച്ച് ഇഞ്ചെക്ട് ചെയ്യുന്നത്. പിന്നുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ ആണ്. ഇൻഫെക്ഷൻ സാധ്യത വളരെ കുറവാണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ 5 വർഷം ചെയ്യാൻ തുടങ്ങിയിട്ട് നമുക്ക് ഇൻഫെക്ഷൻ തീരെ കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഈ നമ്മൾ സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ചെയ്യുന്നത്. പിന്നെ മറ്റ് മരുന്നുകളോ ഒന്നുമല്ല ഇഞ്ചെക്ട് ചെയ്യുന്നുള്ളത് കൊണ്ടും, പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞാൽ ഒരു 5 days ആന്റിബയോട്ടിക് കൊടുക്കും. 5 ദിവസം ആന്റിബയോട്ടിക് കൊടുക്കുന്നത് കൊണ്ടും ഇൻഫെക്ഷൻ ഉള്ള സാധ്യത വളരെ കുറവാണ്. വിജയസാധ്യതയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, യഥാർത്ഥത്തിൽ ഇത് നേരത്തെ ഉള്ള സ്റ്റേജിൽ ഉള്ള ആളുകളാണ്. ഇപ്പൊ നമ്മൾ ഈ സൂചിപ്പിച്ച ആളുകൾ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ രോഗിയുടെ കാര്യം, അത്തരം ആളുകളിൽ വിജയസാധ്യത വളരെ കൂടുതലാണ്. 80% പറയല്. അതേസമയം നമുക്ക് സ്റ്റേജ് വഷളായി കൊണ്ട് വരുന്ന, അതായത് ഈ ഗ്രേഡ് 3 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവസ്ഥയിൽ വരുമ്പോൾ 60% എന്നുള്ള രീതിയിലേക്ക് കുറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജ് 4 പോകുന്ന സമയത്ത് നമുക്ക് ഈ ചികിത്സ വളരെ പരാജയം പോലാണ് നമുക്ക് അതിന്റെ ഒരു സാധ്യത വരുന്നത്. അത് അവര് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് കുറച്ചുകൂടി അവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ചികിത്സ. അത്തരം സാഹചര്യങ്ങളിലുള്ള രോഗികളിൽ, അതായത് അവസാന ഗ്രേഡിലുള്ള ആളുകളിൽ നമ്മൾ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലേക്കാണ് അവരെ കൂടുതൽ കൊണ്ടുപോകുന്നത്.